ഹായ്, ഞാൻ സല്ലു. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഓർക്കിഡ് ചെടിയിൽ നിറയെ പൂക്കളുണ്ടാവാൻ ഏതൊക്കെ ഫെർട്ടിലൈസറാണ് കൊടുക്കേണ്ടത്, അതുപോലെ പെസ്റ്റിസൈഡ്സ് എന്തൊക്കെയാണ് കൊടുക്കേണ്ടത്, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയുടെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന ഓർക്കിഡ് ചെടികൾ നിങ്ങൾക്ക് സ്വന്തമാക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ സെല്ലറിൻ്റെ കോൺടാക്റ്റ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡെൻഡ്രോബിയം ഓർക്കിഡിൻ്റെ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. ഇതിനു മുമ്പും നമ്മൾ ഈ ചാനലിൽ ഒരു ഓർക്കിഡിൻ്റെ വീഡിയോ ചെയ്തിരുന്നു. അതിനെനിക്ക് നല്ല സപ്പോർട്ടായിരുന്നു എല്ലാവരും തന്നത്. എല്ലാവർക്കും നന്ദി. സാധാരണ മറ്റുള്ള ഓർക്കിഡിനേക്കാളും പരിചരണം കുറച്ച് മതി ഡെൻഡ്രോബിയം ഓർക്കിഡിന്. അതുകൊണ്ട് ഈ ഡെൻഡ്രോബിയം ഓർക്കിഡ് വളർത്താത്തതായിട്ട് ആരും ഉണ്ടാകത്തില്ല. എല്ലാവരുടെയും വീട്ടിൽ ഒരു മൂട് ഓർക്കിഡെങ്കിലും കാണും. പിന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിലെന്നും ഫ്ലവർ ഉണ്ടാകും. അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഓർക്കിഡ് ചെടി വളർത്താൻ കുറച്ച് സ്ഥലവും കുറച്ച് കെയറും മതി. കുറച്ച് കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ഓർക്കിഡ് വളർത്താം. അതുപോലെ ഓർക്കിഡ് ചെടിക്ക് നല്ല സൂര്യപ്രകാശം ആവശ്യമാണ്. പക്ഷെ നേരിട്ടുള്ള വെയിൽ പാടില്ല. നമ്മൾ വളർത്തുമ്പോൾ ഷെയ്ഡ് നെറ്റിലോ അല്ലെന്നുണ്ടെങ്കിൽ വെയിൽ നേരിട്ട് കൊള്ളാത്ത ഭാഗത്തോ വെക്കുക. അതുപോലെ ഓർക്കിഡ് തഴച്ച് വളരാൻ പച്ചച്ചാണകത്തിൻ്റെ തെളി, പിന്നെ അതുപോലെ ഗോമൂത്രം നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കാം. ഗോമൂത്രം നല്ലതായിട്ട് ഇരട്ടി വെള്ളം ചേർത്ത് ഒരു മഗ് ഗോമൂത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 10 മഗ് വെള്ളവും കൂടെ ചേർക്കണം. അങ്ങനെ ഒഴിച്ചു കൊടുക്കാവൂ. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഓർക്കിഡ് നല്ലതായിട്ട് തഴച്ച് വളരും. അതുപോലെ ഫ്ലവറിങ്ങിന് കടലപ്പിണ്ണാക്ക് പൊളിപ്പിച്ച് അതിൻ്റെ തെളി നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കാം. ഫിഷ് അമിനോ ആസിഡ് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ കഞ്ഞിവെള്ളം പുളിപ്പിച്ച് അതിൻ്റെ തെളി ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്ക്. നമ്മുടെ ഓർക്കിഡ് പൂത്തൊലയും. അതുപോലെ നമ്മുടെ ഓർക്കിഡ് ഫ്ലവറായി നിൽക്കുമ്പോഴായിരിക്കും കീടങ്ങൾ വന്ന് ഇതിനെ നശിപ്പിക്കുന്നത്. അതിന് നീം ഓയിൽ ഒന്ന് ഇടയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കണം. 1 ലിറ്റർ വെള്ളത്തിൽ 2.5 ml നീം ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം.
ഇതുപോലൊന്ന് ചെയ്ത് നോക്ക്. നമുക്ക് ഈസി ആയിട്ട് ഓർക്കിഡ് വളർത്താം. അതുപോലെ നമുക്കിപ്പം ഓർക്കിഡിൻ്റെ പുതിയ സീഡ്ലിങ്സ് എത്തിയിട്ടുണ്ട്. നമുക്ക് ഇടയ്ക്ക് വെച്ച് സീഡ്ലിങ്സ് തീർന്നായിരുന്നു. അങ്ങനെ ഒരുപാട് പേര് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നതാണ്. ഇപ്പം നമുക്ക് പുതിയ കളേഴ്സൊക്കെ ഇപ്പം അവൈലബിൾ ആയിട്ടുണ്ട്. നമുക്കിപ്പം ഇപ്പോഴത്തെ കോംബോ 10 കളറിൻ്റെ ഒരു കോംബോയാണ്. 10 കളറിന് 1000 രൂപയാണ്. പിന്നെ 5 കളർ വേണമെന്നുള്ളവർക്ക് 5 കളറും തരാം. 5 കളറിന് 600 രൂപയുമാണ്. അന്നേരം നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മെസ്സേജ് ഇട്ടാൽ മതി. അതുപോലെ തന്നെ നേരിട്ട് വാങ്ങിക്കണമെന്നുള്ളവർക്ക് നേരിട്ട് വേണമെങ്കിലും വരാം. നമുക്കിപ്പം സീഡ്ലിങ്സ് മാത്രമല്ല, ഫ്ലവറായിട്ടുള്ള ഓർക്കിഡ്സും എല്ലാം വന്നിട്ടുണ്ട്. ഫ്ലവറിങ്ങിൻ്റെ വെറൈറ്റീസും സ്പീഷ്യസ് വെറൈറ്റീസും ഒക്കെ വന്നിട്ടുണ്ട്. ഡോൺ മേരി, അതുപോലെ ആൻറ്റിലോപ്പ് വെറൈറ്റി, പിന്നെ ഡെൻഡ്രോബിയത്തിൻ്റെ ഒരു 3-4 ടൈപ്പ് ഓർക്കിഡ്സ് ഉണ്ട്. പിന്നെ കോമ്പാക്റ്റും ഉണ്ട്. സ്പ്ലാഷ് വെറൈറ്റീസും എല്ലാം നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. അന്നേരം നിങ്ങൾക്ക് നേരിട്ട് വരുന്നവർക്ക് കൊല്ലം ജില്ലയിലെ എഴുകോണാണ്, കൊട്ടാരക്കരയ്ക്കടുത്ത് എഴുകോൺ പോലീസ് സ്റ്റേഷൻ്റെ തൊട്ടടുത്താണ്. നമ്മുടെ ഗാർഡൻ്റെ പേര് തിരുവാതിര ഹോം ഗാർഡൻ എന്നാണ്. അന്നേരം വരുന്നവർക്ക്, ദൂരെ നിന്നൊക്കെ വരുന്നവർ ഒന്ന് വിളിക്കുകയോ അല്ലെങ്കിൽ ഒന്ന് മെസ്സേജ് ഇടുകയോ ചെയ്യുക. ഓർക്കിഡ് വളർത്തുന്ന എല്ലാവരും വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഒച്ച് ശല്യം. നമ്മളൊരു ഓർക്കിഡ് വളർത്തി അത് ഒരു ഫ്ലവർ വരാനായിട്ട് നോക്കിയിരുന്ന് ഒരു ഫ്ലവർ വന്ന് കഴിയുമ്പോഴായിരിക്കും ഈ ഒച്ച് വന്ന് നമ്മുടെ ഓർക്കിഡ് നശിപ്പിക്കുന്നത്. അന്നേരം ഈ ഒച്ച് വരാതിരിക്കാനായിട്ട് നമുക്ക് ഈ വളം വിൽക്കുന്ന കടകളിലും ഒക്കെ കിട്ടും തുരിശ്. ആ തുരിശ് 2 രീതിയിൽ കിട്ടും. നമുക്ക് ഈ പൊടി രൂപത്തിലും കിട്ടും, പിന്നെ അതുപോലെ കട്ടയായിട്ടും കിട്ടും. അന്നേരം ഇത് ഒരു ബക്കറ്റ് നിറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ കട്ടയായിട്ടുള്ളത് ഈ വെള്ളത്തിലോട്ട് ഇടുക. ഇട്ട് നല്ലതായിട്ട് ലയിച്ചതിന് ശേഷം ഒരു സ്പ്രേയർ എടുത്ത് ഈ ഓർക്കിഡിനകത്ത് ഒന്ന് ഒഴിക്കല്, ഈ ഓർക്കിഡ് വെച്ചിരിക്കുന്ന ചട്ടിയുടെ ചുറ്റിനും ഈ തുരിശ് ലായനി സ്പ്രേ ചെയ്ത് കൊടുക്കണം. അന്നേരം ഈ ഒച്ചിൻ്റെ ശല്യം പിന്നെ ഉണ്ടാകത്തേയില്ല. ഇതുപോലെ നമ്മൾ ഒരു ആഴ്ചയിൽ ഒരിക്കൽ ഇതുപോലെ ഈ തുരിശ് ലായനി നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഒച്ച് ആ ഭാഗത്തോട്ടേ വരത്തില്ല. അതുപോലെ ഈ തുരിശില്ലാത്തവർക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരു ഐറ്റം കൂടിയുണ്ട്, ക്യാബേജ്. ഈ ക്യാബേജിൻ്റെ ലീഫ് ഈ ഓർക്കിഡ് പോട്ടിൻ്റെ അടിഭാഗത്ത് ഇട്ട് കൊടുത്താൽ മതി. അന്നേരം ഈ ഒച്ചെല്ലാം ഇതിലോട്ട് വന്നിരിക്കും. അന്നേരം നമ്മൾ അതിനെ ടോർച്ചടിച്ച് ഈ ഒച്ചിനകത്തോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. അന്നേരം ഈ ഒച്ചെല്ലാം നശിച്ചു പോകും. അങ്ങനെ നമുക്ക് ചെയ്യാം.
ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. നമുക്കിനിയും അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.